ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയാണ് മുത്തമണികളെ നിങ്ങളുടെയൊക്കെ വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കും വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞ് ബ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള കുഞ്ഞു ഭാഗങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാ കൂട്ടുകാരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. അപ്പോൾ അതേ ഞാൻ ഇഡ്ഡലിക്കുള്ള മാവ് റെഡിയാക്കി വെച്ചതായിരുന്നു കേട്ടോ. നേരം വെളുത്തപ്പോഴേക്കും മൊത്തം മാവും പുറത്തേക്ക് പോയിട്ടുണ്ട് കേട്ടോ. സാധാരണ ഞാൻ മാവ് റെഡിയാക്കുമ്പോൾ എന്തെങ്കിലും തട്ട് വെക്കാറുണ്ട്. ഇത് ഇന്നിപ്പോൾ മറന്നു പോയിട്ടോ. അല്ലെങ്കിൽ മാവ് അങ്ങനെ പൊന്തി പുറത്തേക്ക് അങ്ങോട്ട് പോകാറില്ല. പൊന്താറുണ്ട്, എന്നാലും ചില ഈ സമയത്തൊക്കെയാണ് അങ്ങോട്ട് പൊന്തി പോകാറ്, എന്നാലും അധികമൊന്നും പോകാറില്ല. ഇതിപ്പോൾ ഞാനിതിൽ എന്തൊക്കെയാണ് ചേർത്തതെന്ന് അറിയും? വേറെ ഒന്നുമില്ല, ഉഴുന്നും 2 ടീസ്പൂൺ പരിപ്പും. ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ പരിപ്പ് ചേർക്കുന്ന സൂത്രം അറിയാത്ത കുറേ പേരുണ്ട് കേട്ടോ. എൻ്റെ വീഡിയോ കണ്ടപ്പോൾ തന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ മുമ്പ് ഇട്ടപ്പോൾ തന്നെ ഞാൻ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ അന്ന് സംഭവം ഉണ്ടാക്കിയത്. പക്ഷേ ഇപ്പം ഞാൻ എപ്പോഴായാലും ഇഡ്ഡലി ആയാലും ദോശയ്ക്കായും അരച്ച് വെക്കുന്ന ടൈമിൽ 1 ടീസ്പൂൺ അല്ലെങ്കിൽ 2 ടീസ്പൂൺ പരിപ്പ് ചേർക്കാറുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റും അതുപോലെ തന്നെ മാവ് പൊന്തിയും കിട്ടും കേട്ടോ. അതിനൊക്കെ ഏറ്റവും നല്ല. പക്ഷേ ഈ പരിപ്പ് ചേർക്കുമ്പോൾ നമുക്കതിൻ്റെ ടേസ്റ്റ് അങ്ങോട്ട് അറിയുന്നില്ല. നമ്മൾ കണ്ടമാനം ചേർക്കുന്നില്ലല്ലോ, വെറും 2 ടീസ്പൂൺ പരിപ്പ് ചേർക്കുമ്പോൾ എന്തോരം ഉണ്ടാവും. പിന്നെ നമ്മൾ അരിയും ഉഴുന്നൊക്കെ നല്ല അത്യാവശ്യം കൂടുതൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പരിപ്പിൻ്റെ കുത്തൊന്നും ഉണ്ടാവില്ല. എന്നാൽ നല്ല പോലെ തന്നെ പൊന്തി വരികയും ചെയ്യും മാവ്. നല്ല സോഫ്റ്റ് ഇഡ്ഡലി ഉണ്ടാക്കാനും പറ്റും കേട്ടോ. അപ്പോൾ അതറിയാത്തവരൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അങ്ങനെ ഇതേ ഞാൻ രാവിലെ എണീറ്റപ്പോൾ സാധാരണ ഞാൻ വൈകുന്നേരം ഇങ്ങനെ ഗ്യാസ് അടുപ്പൊക്കെ തുടച്ച് വെക്കാറുണ്ട് കേട്ടോ. ഇന്നലെ ചെറിയൊരു തലവേദന ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഭക്ഷണം കഴിച്ച് അങ്ങനെ പാത്രം കഴുകി അങ്ങനെ വേഗം പോയി കിടന്നു കേട്ടോ. ഇനിയിപ്പോൾ രാവിലെ എണീറ്റിട്ട് അങ്ങോട്ട് ക്ലീൻ ആക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ ഈ പെയിൻ്റ് അടിക്കുന്ന ബ്രഷ് ഇത് പഴയതാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഇതിനായിട്ട് മാറ്റി വെച്ചത് കേട്ടോ. നമ്മുടെ ഈ സൈഡൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാനും അതുപോലെ തന്നെ ഗ്യാസ് അടുപ്പിൻ്റെ ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇതുകൊണ്ട് ഞാൻ അതുപോലെ തന്നെ മാറാമ്പിലടിക്കുന്ന ടൈമിൽ നമ്മുടെ ജനൽമലൊക്കെ ഇതൊക്കെ തട്ടിക്കൊടുക്കാതെ വാതിലുമേ ജനൽമലൊക്കെ ഇത് തട്ടിക്കൊടുക്കാൻ നല്ലതാണ് കേട്ടോ. പിന്നെ ഞാൻ ഈ വീഡിയോ വോയിസ് കൊടുക്കുന്ന ടൈമിൽ ഞാൻ പകലാണ് കേട്ടോ ഇപ്പോൾ വോയിസ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ പാത്തൂസും ഉണ്ട്, സുഡാപ്പിയുണ്ട്, നല്ല പോലെ ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം കേട്ടോ കൂട്ടുകാരെ. പിന്നെ ഈ സമയത്ത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് മറക്കരുതേ. കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഒത്തിരി പേര് ലൈക്ക് ചെയ്തിട്ടും കമൻറ്റ് ചെയ്തിട്ടൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കുറേ പേരില്ലെങ്കിലും അത്യാവശ്യം കുറച്ച് പേര് വരുന്നിട്ടുണ്ട്. എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ. തുടർന്ന് നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനത്തെ ചായക്കുള്ള വെള്ളമൊക്കെ ഒന്ന് ചായക്ക് റെഡി ആയതിന് ശേഷം ഞാൻ മാവ് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ പോയിട്ട് ഉണ്ടാക്കാം. അപ്പോഴേക്കും ഇവിടെ മക്കൾ എണീറ്റിട്ടില്ല. ആ നേരം കൊണ്ട് വേഗം ഒന്ന് അടിച്ച് വാരാൻ വെച്ചിട്ട് അങ്ങനെ വന്നതാട്ടോ. പാത്തൂസും സുഡാപ്പി ഒന്നും എണീറ്റിട്ടില്ല. ഇതിലും എണീറ്റിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലുമാണ് എനിക്ക് വീഡിയോ എടുത്ത് തരുന്നത്. അപ്പോൾ ഇപ്പോൾ രാവിലെ തന്നെ ആയ കാരണം കൊണ്ട് തന്നെ നല്ല പൊടിയുണ്ട് കേട്ടോ. രാവിലെ എന്നല്ല, ഏത് ടൈമിലായാലും നല്ല പൊടി ഉണ്ടാവും. പിന്നെ നമ്മളിപ്പോൾ വെള്ളമൊക്കെ കൊണ്ടുവന്ന് കുടഞ്ഞ് ഇവിടെയൊക്കെ ഒന്ന് അടിച്ച് വരുന്ന ആ ടൈമിൽ ചിലപ്പോൾ അവർ എണീക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ വേഗം ഇങ്ങോട്ട് അടിച്ച് വരാൻ വെച്ചാൽ പിന്നെ ദിലുവിനെ വേഗം അകത്തേക്ക് പറഞ്ഞയച്ചു കേട്ടോ. ഇനി ഇവിടെ നിൽക്കണ്ട, പൊടി നല്ലോണം അടിക്കുമെന്ന് പറഞ്ഞിട്ട് കേട്ടോ. അങ്ങനെ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞു ഞാൻ അതേ അകത്തേക്ക് കയറി വന്നു. അപ്പോഴേക്കും ഇതേ ഇഡ്ഡലിക്കുള്ള മാവിൽ ഞാൻ ഉപ്പൊക്കെ ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതേ പാത്തൂസിനെ സുഡാപ്പിക്ക് ചായ ചൂടാറ്റി അതങ്ങനെ കൊടുത്തു കേട്ടോ. പിന്നെ ഇത് ഇഡ്ഡലി തട്ടിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ തടവി അവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേഗം മാവ് കോരി ഒഴിക്കാം. പിന്നെ ഞാനിത് എന്താ പറയുക, ഇഡ്ഡലി ചെമ്പിൽ വെച്ചതിൻ്റെ ശേഷമാണ് കേട്ടോ ഞാൻ പിന്നെ അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മളിത് ഇങ്ങോട്ട് എടുത്ത് വയ്ക്കുന്ന സമയത്ത് ചെരിയാനും ചാൻസൊക്കെ ഉണ്ട് കേട്ടോ. 2-3 പ്രാവശ്യം അങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്. ചില സമയത്ത് കുഴപ്പമുണ്ടാവില്ല, ചില സമയത്ത് ചിലപ്പോൾ ഇവർ വന്നിട്ട് വിളിക്കുകയല്ലേ പെട്ടെന്നായിരിക്കും കേട്ടോ പാത്തൂസ് വന്നിട്ട് ബാക്കിൽ വന്ന് പിടിക്കുകയൊക്കെ ചെയ്യുക. അപ്പോൾ എൻ്റെ മാവ് അങ്ങനെ പോയിട്ടുണ്ട് കേട്ടോ ഒരു പ്രാവശ്യം. അപ്പോൾ അങ്ങനെ ഇതേ മാവൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ ഒന്ന് മിക്സ് ചെയ്ത് പോയതായാലും ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യുന്നെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു അബദ്ധം പറ്റിയത് എന്താണെന്ന് വെച്ചാൽ ഞാനിതിൽ ഉപ്പ് നേരത്തെ കുറച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ചേർത്തിട്ടാണ് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഓർമ്മയില്ലാതെ കുറച്ചും കൂടി ഉപ്പിട്ട്. പക്ഷേ നമ്മൾ ഇഡ്ഡലി കഴിച്ച സമയത്ത് ഞാൻ അത് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് പിറ്റേ ദിവസമാണല്ലോ. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ ഉപ്പ് കൂടുതലൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ നമ്മളിത് കഴിച്ചപ്പോൾ. പിന്നെ ഒരു അബദ്ധം പറ്റി എന്താണെന്നറിയുന്ന, ഞാൻ ഇതിൽ നിന്ന് മാവ് എടുത്ത് വെച്ചിട്ടാണ് കേട്ടോ ഇതിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാറ്. ഇത് കുറേ മാവുണ്ടല്ലോ. അപ്പോൾ പകുതി മാവ് എടുത്ത് വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ളതിൽ മാത്രമാണ് ഉപ്പ് ചേർക്കാറ്. അത് അങ്ങോട്ട് വിട്ടുപോയ കാര്യമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ
ഉപ്പ് ചേർത്ത മാവ് തന്നെയാണ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചത്. പക്ഷെ നമുക്ക് പിന്നീട് ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല, ഇല്ല സോഫ്റ്റ് അങ്ങോട്ട് കിട്ടില്ല കേട്ടോ. പക്ഷേ ദോശ ഉണ്ടാക്കിയെടുക്കാൻ കുഴപ്പമില്ല. നമ്മൾ ഉപ്പ് ചേർക്കാതെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം, ഞാനിവിടെ ചെയ്യുന്നൊരു കാര്യമാണ്. ഇങ്ങനെ നമ്മൾ ദോശയ്ക്ക് ഇഡ്ഡലിക്കൊക്കെ മാവ് അരച്ച് വെക്കുന്ന ടൈമിൽ നമ്മൾ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വളരെ കുറച്ച് മാവ് ഇനി ബാക്കിയുള്ളൂ എങ്കിൽ എന്ത് ചെയ്യാമെന്നറിയാം, നമുക്ക് പിറ്റേ ദിവസം ദോശ ഉണ്ടാക്കിയെടുക്കാം. അതെങ്ങനെയാണെന്നറിയോ, ഈ കുറച്ചുള്ള മാവ്, അത് ചിലപ്പോൾ 2 ദോശയ്ക്കുള്ള മാവൊക്കെ ആയിരിക്കും കേട്ടോ അതിലുണ്ടാവുക. അപ്പോൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മളതിലേക്ക് ഒരു 2 തവി അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അരിപ്പൊടി ഇട്ടിട്ട് നല്ല പോലെ തന്നെ മിക്സ് ചെയ്തിട്ട് 1 മണിക്കൂർ പുറത്ത് വെക്കുക ഈ മാവ്. ആ 1 മണിക്കൂർ നേരം കൊണ്ട് ഈ മാവ് പൊന്തി വരും കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ എടുത്ത് വയ്ക്കുക. പിറ്റേ ദിവസം രാവിലെ നമ്മൾ ദോശ ഉണ്ടാക്കുക കേട്ടോ. ഇഡ്ഡലി ഉണ്ടാക്കിയിട്ട് എനിക്ക് വെല്ലം അങ്ങോട്ട് ഇതായി കിട്ടിയിട്ടില്ല, പക്ഷേ ദോശ ഉണ്ടാക്കുമ്പോൾ നല്ല മൊരിഞ്ഞ ദോശ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ അതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടോ എല്ലാവരും. പിന്നെ അതേ അവരൊക്കെ എണീറ്റും എൻ്റെ പുറകെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ആയിരുന്നു 10 ദിവസത്തിനൊരു ചെരുപ്പ് ഇടാൻ പറഞ്ഞിട്ട് എന്താണ് ഇന്ന് ചെരുപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. സാധാരണ അങ്ങനെ ഇടാറില്ല ആൾ. ഇന്നിപ്പോൾ രാവിലെ തന്നെ ചെരുപ്പൊക്കെ ഇട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ബദലിക്ക് ഇതേ സുഡാപ്പിയുടെ കാലം ഇപ്പോൾ ചെരുപ്പില്ല കേട്ടോ. പിന്നെ ചെടിക്ക് ഇന്നലെ തലേദിവസം വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ ചെടിയൊക്കെ ഒന്ന് വാടി നിൽക്കുന്നുണ്ട്. എനിക്ക് കുറച്ച് വെള്ളം തായോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇനി കുറച്ച് വെള്ളം കൊടുത്തിട്ട് നമുക്ക് ബാക്കി പണി തുടങ്ങാമെന്ന് വെച്ചിട്ട് അങ്ങനെ ഇത് ചെടിക്കുള്ള വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ എൻ്റെ ഓസില്ലേ അതിങ്ങനെ തുരപ്പം കടിച്ചിട്ട് പകുതി ഭാഗം പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നീളം കുറഞ്ഞിട്ടുണ്ട്. എന്നാലും ഞാൻ എത്തണോടം വരെ അടിച്ചിട്ടുണ്ട്. പിന്നെ അവരടിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങോട്ട് കയറി പോന്നു കേട്ടോ. അങ്ങനെ അവരത് ഏൽപ്പിച്ച് ഞാൻ ഇങ്ങോട്ട് പോകുന്നതാണ്. അപ്പോഴേക്ക് ഇഡ്ഡലിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ ഒന്ന് ചൂടാറിയതിൻ്റെ ശേഷം ഇതൊന്നിട്ട് പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ തീ ഞാൻ ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് ചൂടാറിയിട്ട് വേണ്ടേ. പിന്നെ ഇത് അവരൊക്കെ സ്കൂളിലേക്ക് പോയിട്ട് സുഡാപ്പി പോയിട്ടില്ല. സുഡാപ്പിക്ക് നല്ല ചുമയാണ് കേട്ടോ. സുഡാപ്പി ഇപ്പോൾ 2-3 ദിവസമായിട്ട് സ്കൂളിലേക്ക് പോയിട്ട്. പിന്നെ ഇതേ അടുപ്പ് ഞാൻ ഇന്നലെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ല. ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് സിമെൻറ്റ് തേച്ച് കൊടുക്കാൻ വിചാരിക്കണം. അപ്പോൾ ഞാൻ ഇങ്ങനെ ഈ ഫോട്ടോ ഇട്ടപ്പോൾ എന്നോട് 2 ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു അടുപ്പ് ചെരിഞ്ഞിട്ടുണ്ടോയെന്ന്. പക്ഷേ ഞാനിത് പാത്രം വെച്ച ടൈമിൽ നോക്കിയപ്പോൾ ഒന്നും ചെരിഞ്ഞിട്ടൊന്നുമില്ല, നല്ലതായിട്ട് തന്നെ നിൽക്കണത് കേട്ടോ. അത് പിന്നെ ഇപ്പോൾ ഫോട്ടോയിൽ അങ്ങനെ തോന്നുന്നതായിരിക്കും, കാണുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇവിടെ അടുത്തുള്ളവരൊക്കെ വന്ന് നോക്കിയപ്പോൾ കുഴപ്പമില്ല, നല്ല അടുപ്പാണെന്ന് കേട്ടോ പറഞ്ഞത്. പിന്നെ സത്യം പറയാം, തൃശ്ശൂർ ഇങ്ങനത്തെ അടുപ്പല്ല കേട്ടോ ഉണ്ടാക്കുന്നത്. എൻ്റെ നാട്ടിൽ ഇങ്ങനത്തെ അടുപ്പാണ് ഉണ്ടാക്കുന്നത് പൊതുവേ. ഇവിടെ ഇപ്പോൾ ഇതുവർ കണ്ടപ്പോൾ പറയണേ ഇവിടെ ഇങ്ങനത്തെ അടുപ്പ് ഉണ്ടാക്കാറില്ല എന്നാണ് കേട്ടോ പറയുന്നത്. ഇത് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ അടുപ്പ്. പിന്നെ ഇതേ ഇഡ്ഡലി കണ്ടോ, നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് പൊട്ടിച്ച് കാണിച്ച് തന്നത് അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ സാമ്പാർ ഉണ്ടാക്കാനായിട്ട് ഞാൻ കഷ്ണങ്ങളൊക്കെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ സാമ്പാർ പൊടിയൊക്കെ ഇട്ടിട്ടാണ് ഞാൻ കഷ്ണങ്ങളൊക്കെ ഒന്ന് വേവിച്ചെടുത്ത് പുളിയും പിഴിഞ്ഞെടുത്ത് ഉപ്പൊക്കെ ചേർത്ത് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതങ്ങോട്ട് കാച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതിന് ഞാൻ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇത് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. വെളിച്ചെണ്ണ ഒന്ന് ചൂടാവുന്ന സമയത്ത് നമുക്ക് കടുക് പൊട്ടിച്ചെടുക്കാം. കുറച്ച് ഒലിവയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ ഇഡ്ഡലി ഉണ്ടെങ്കിൽ എന്തായാലും സാമ്പാർ മസ്റ്റാണ്. നമ്മുടെ സുഡാപ്പിക്ക് സാമ്പാറില്ലാത്തൊരു ചോടില്ല എന്ന് പറഞ്ഞ പോലെ സാമ്പാർ വേണം ആൾക്ക് കേട്ടോ. അങ്ങനെ ഇതേ കടുകൊന്ന് പൊട്ടിയതിന് ശേഷം ഞാൻ കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിതിലേക്ക് കുറച്ച് സാമ്പാർ പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. കായപ്പൊടിയുടെ കാര്യം ഞാൻ മറന്നുപോയി കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അങ്ങനെ കാണിച്ചിട്ടുണ്ടായിരുന്നു കായപ്പൊടി ഇടുന്നത്. അങ്ങനെ ഇട്ടപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കറിയിൽ. അപ്പോൾ അത് ഞാനൊന്ന് വിട്ടുപോയിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം, ഈ സാമ്പാറിൽ തക്കാളി ഇല്ല കേട്ടോ. തക്കാളി ഉണ്ടായിരുന്നില്ല. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ രാവിലെ ഇന്ന് നേരത്തെ സ്കൂളിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് എനിക്ക് മേടിക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആളിന്നിപ്പോൾ ഒന്നും കഴിക്കാണ്ട് പോയിട്ടോ. ആൾക്ക് എന്തോ വയറിനൊരു സുഖമില്ല എന്ന് പറഞ്ഞിട്ട് ഇന്നൊന്നും ഒന്നും കഴിക്കാണ്ടൊക്കെയാണ് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇഡ്ഡലി സാമ്പാറൊക്കെ ആയപ്പോൾ ചൂടാപ്പിക്കും 10 ദിവസം ഞാൻ അങ്ങനെ കൊടുത്തതിൻ്റെ ശേഷം പിന്നെ അതേ ഇവിടെ അടിച്ച് കഴിയാറായിട്ടപ്പോഴാണ് കേട്ടോ എനിക്ക് ഓർമ്മ വന്നാൽ ഞാൻ ഇന്ന് വീഡിയോ എടുത്തില്ലല്ലോ ഇതിൻ്റെ എന്നുള്ള ഓർമ്മ വന്നത് കേട്ടോ. വേറെ നല്ല ഒരു ബക്കറ്റ് കുറച്ച് സിമെൻറ്റ് ഇട്ടിട്ട് അതിൽ കുറച്ച് വെള്ളമൊക്കെ ഒന്ന് കലക്കിയിട്ട് അടുപ്പിൻ്റെ മുകളിൽ ഞാൻ ഇങ്ങനെ മൊത്തത്തിൽ അങ്ങോട്ട് അടിച്ച് കൊടുക്കുകയാണ് കേട്ടോ, ഒരു ബലം കിട്ടാൻ വേണ്ടിയിട്ട്. മറ്റേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു വിള്ളൽ പോലെ വരുന്നുണ്ട് കേട്ടോ. മണ്ണ് കൊണ്ട് തേച്ചാൽ ഒരു വിള്ളലുണ്ടാവും. പിന്നെ നമ്മളതിൻ്റെ മുകളിൽ വീണ്ടും മണ്ണ് തേച്ച് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ സിമെൻറ്റൊക്കെ തേച്ച് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതിപ്പോൾ എങ്ങനെ ഉറപ്പുണ്ടാവുമോ എന്താണെന്ന് എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല. ആദ്യമായിട്ടുള്ളൊരു പരീക്ഷണമല്ലേ, ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കുക അല്ലേ. അങ്ങനെ ഞാൻ കുറച്ച് കട്ടിയിൽ തന്നെ സിമെൻറ്റ് കലക്കി എടുത്തിട്ടുണ്ട്. ബ്രഷിലാക്കിയിട്ട് ഇതിങ്ങനെ പെയിൻറ്റ് അടിച്ച് കൊടുക്കുന്ന പോലെ ഇങ്ങനെ മൊത്തത്തിൽ അടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതൊന്ന് അടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. എന്തായാലും അവസാനം ആയപ്പോഴാണ് കേട്ടോ എനിക്കതൊന്ന് ഓർമ്മ വന്ന വീഡിയോ എടുക്കേണ്ട കാര്യം. പിന്നെ ഇപ്പോൾ കണ്ടില്ലേ വെയിൽ കണ്ടില്ലേ, ഇപ്പോൾ ഒരു 10:30 ആയിട്ടുണ്ട്. ആ സമയത്ത് തന്നെ കണ്ടോ നല്ലോണം വെയിൽ വന്നിട്ടുണ്ട് ഇങ്ങോട്ട്. അപ്പോൾ രാവിലെ ഇനി അടുപ്പിൽ എന്തെങ്കിലും പണി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഒരു 10 മണിയാകുമ്പോഴേക്കും ഇവിടുത്തെ പണി തീർക്കണം കേട്ടോ. എന്നാലാണ് എനിക്കിവിടെ ചെയ്യാൻ പറ്റുള്ളൂ. ഇതേ കണ്ടോ മൊത്തത്തിൽ പെയിൻ്റ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. കുഴപ്പമില്ല അല്ലേ, കാണാൻ ഭംഗിയൊക്കെ ഉണ്ട് അല്ലേ. ഞാൻ ചെയ്തിട്ട് ഞാൻ തന്നെ അതിനെ പുകഴ്ത്താല്ലേ. അങ്ങനെ ഈ പണിയൊക്കെ ഒന്നിട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേഗം
വേറെ ഞാൻ ഇപ്പം കാണിക്കാൻ പോകുന്ന ഭാഗമില്ലേ, അതിൻ്റെ ശേഷം ഞാൻ ഉച്ചയ്ക്ക് കഴിഞ്ഞതിൻ്റെ ശേഷം ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ, തൃശ്ശൂർക്ക്. വേറെ ഒന്നിനല്ല, മൺചട്ടി മേടിക്കാനുണ്ട്. കുറേ നാളായിട്ടാണ് ഞാൻ ഈ ഓട്ടടച്ചട്ടിക്ക് വേണ്ടി ഓടി നടക്കുന്നു, എവിടുന്നും കിട്ടുന്നില്ല. ഇതിൽ കൊണ്ടുവന്ന് വന്ന ആൾ 2 പ്രാവശ്യം കൊണ്ടുവന്ന ആളുടെ കയ്യിൽ ഞാൻ നോക്കിയപ്പോൾ ഇങ്ങനെ ഒരു വിള്ളലുണ്ട് കേട്ടോ. അപ്പോൾ അവർ പറയണത് കുഴപ്പമൊന്നുമില്ല ചേച്ചി എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് അതിനോട് വലിയ തൃപ്തിയായില്ല കേട്ടോ. അത് കണ്ടപ്പോൾ മേടിച്ചിട്ട് അവരൊരു പോക്ക് കഴിഞ്ഞ് പിന്നെ അവരെ കാണണമെങ്കിൽ 2-3 കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും കേട്ടോ അവരെ കാണലുണ്ടാവുക. അപ്പോഴേക്കും എൻ്റെ ചട്ടിയും പോവും, എൻ്റെ പൈസയും പോവും എന്നല്ലാണ്ട് വേറെ ഒരു രക്ഷ ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും തൃപ്തിയാകാനും നമ്മൾ നേരിട്ട് പോയി എടുത്ത് അതിൽ കുറേ ഇങ്ങനെ കാണുമ്പോൾ നമ്മളത് മാറ്റി എടുക്കുമ്പോഴാണ് നമുക്കതൊരു തൃപ്തിയാവുക. സത്യം പറഞ്ഞ് ചട്ടി മേടിക്കാനൊന്നും എനിക്കറിയില്ല കേട്ടോ. ഞാൻ അപ്പോൾ അമ്മാമ്മോട് പറഞ്ഞു എനിക്ക് എടുക്കാൻ അറിയില്ല, എനിക്ക് എടുത്ത് തരണം. എന്നെ ഒരാളിങ്ങനെ പറ്റിച്ചതാണ് മുമ്പ്. ഒരു പ്രാവശ്യം ഇതേപോലെ ഇക്കാടെ കൂടെ പോയി ചട്ടി മേടിക്കാൻ പോയിട്ട് 2 ദിവസം ആയപ്പോഴേക്കും ആ ചട്ടി ഇങ്ങോട്ട് വിണ്ട് പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അടുപ്പത്ത് വെക്കുമ്പോൾ മീൻകറി വെക്കുന്ന സമയത്ത് ഇങ്ങനെ പൊട്ടിയായിരുന്നു അതിമെന്ന്. അപ്പോൾ അതെന്താണെന്ന് അറിയില്ല. അപ്പോൾ അമ്മാമ്മയുടെ മോള് ധൈര്യമായിട്ട് മേടിച്ചു, ഞാൻ നോക്കിത്തരാമെന്ന് പറഞ്ഞിട്ട് അതൊക്കെ കൊട്ടിയൊക്കെ കാണിച്ചു തന്നിട്ട് എനിക്ക്. അങ്ങനെ ഞാനൊരു എടുത്തിട്ടുള്ളത് നമ്മുടെ ഓട്ടട ചട്ടിയാണ് കേട്ടോ. ഓട്ടട ചട്ടി മേടിക്കാനാണ് മെയിൻ വന്നത്. നോക്കിയപ്പോൾ നല്ല വില കുറവാട്ടായി ചട്ടിക്ക് ഇവിടെ. പക്ഷേ നമ്മൾ തൃശ്ശൂർ ടൗണിൽ നല്ല വില. ഇതിപ്പോൾ ഞാൻ തൃശ്ശൂരിൽ നിന്നല്ല മേടിക്കുന്നത്, വിയ്യൂർ അവിടെ നിന്നാണ് കേട്ടോ മേടിച്ചത്. അപ്പോൾ അതേ നോക്കിയപ്പോൾ അതേ ചട്ടി മേടിച്ചിട്ടുണ്ട്. ഇഡ്ഡലി അല്ല, ഓട്ടട ചട്ടിയും പിന്നെ ഒരു സാമ്പാർ കാലം, പിന്നെ നമുക്ക് ചോറ് വെക്കാനുള്ള ഒരു കുടുക്കയും. അതാണ് കേട്ടോ മേടിച്ചുള്ള. ചോറ് വെക്കാൻ പറ്റിയില്ലെങ്കിലും വെള്ളമെങ്കിലും ഒഴിച്ച് വെക്കാമെന്ന് വെച്ചിട്ട് ഇപ്പം വേനലായ കാരണം കൊണ്ട് തന്നെ നല്ല ചൂട് വെള്ളമാണ് ഇപ്പോൾ ഇവിടെ അധികം. തിളപ്പിച്ചിട്ടാണ് ഉണ്ട്. അപ്പോൾ തിളപ്പിച്ച വെള്ളം നമുക്കിതിൽ ഒഴിച്ച് വെക്കാൻ നല്ല തണുപ്പുണ്ടാവില്ല വെച്ചിട്ട്. പിന്നെ മക്കൾക്കൊക്കെ ജലദോഷമൊക്കെ ആയ കാരണം ഫ്രിഡ്ജിലത്തെ വെള്ളം കുടിക്കുന്നത് ശരിയല്ലല്ലോ. പിന്നെ ഇപ്പോൾ കാണിക്കുന്ന വൈകുന്നേരമാണ് കേട്ടോ. വൈകുന്നേരം ഇതേ നമ്മുടെ പതിവ് പോലെ തന്നെ മൂത്തുമ്മ ഇന്നും നമുക്കിത് പലഹാരം എത്തിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മൂത്തുമ്മ എന്നും പോകുമ്പോൾ നമുക്ക് ജോലി കഴിഞ്ഞ് പോകുമ്പോൾ ഇങ്ങനെ കൊണ്ടു തരാറുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഞാനിപ്പോൾ വൈകുന്നേരം ചായക്ക് ഒരു കടി ഉണ്ടാക്കില്ല. അവർ വരുമ്പോൾ എന്തെങ്കിലും ബിസ്ക്കറ്റും ചായയും കൊടുക്കും. പിന്നെ മൂത്തുമ്മ വരുന്നവർ വെയിറ്റ് ചെയ്യും. മൂത്തുമ്മ ഡെയിലി ഓരോന്ന് കൊണ്ടുവരും കേട്ടോ. ഇന്നിപ്പോൾ അതേ പഴംപൊരി, ഉള്ളിവട, പിന്നെ നെയ്യപ്പത്തിന് ഇവിടെ വെളിച്ചെണ്ണപ്പം എന്നാണ് പറയുക കേട്ടോ. ഓരോ നാട്ടിലും ഓരോ പേരല്ലേ. നിങ്ങൾ എന്താണ് പറയുക കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഈവനിങ് എന്തായിരുന്നു ചായക്ക് സ്പെഷ്യൽ എന്നും കൂടി ഒന്ന് കമൻറ്റ് ചെയ്താൽ. അങ്ങനെ ഞാൻ ചായ കുടിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യാനും വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം.